ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു രാജ് ടോക്സ്. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. മദ്രാസി ഡയറക്റ്റഡ് ആൻഡ് റിട്ടൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ മുരുകദാസ്, സ്റ്റാറിംഗ് ശിവകാർത്തികേയൻ, ബിജു മേനോൻ, ഷബീർ, മറ്റേ കിങ് ഓഫ് കൊത്തയിലെ രാജുവേട്ടനൊത്ത എതിരാളി, പിന്നെ വിദ്യുത് ജാംവാൽ. ഇത്രയൊക്കെ പറഞ്ഞപ്പോൾ തന്നെ നെഞ്ചത്ത് കൈവച്ച് പോയത് ചുമ്മാതല്ല. എനിക്ക് ഈ വിധികളിൽ അല്ലെങ്കിൽ സൂചനകളിലൊന്നും അങ്ങനെ വലിയ വിശ്വാസം ഇല്ലാത്ത ഒരാളാണ്. പക്ഷെ ഞാൻ ഇന്ന് ഈ സിനിമയ്ക്ക് വേണ്ടി വരുന്ന വഴിക്ക് ഞാൻ ഒരു അരമണിക്കൂർ മുമ്പേ തിയേറ്ററിൽ നോർമലി എത്താൻ പ്രിഫർ ചെയ്യുന്ന ഒരാളാണ്. എൻ്റെ മുമ്പിൽ ഒരു വലിയ ആക്സിഡന്റ് ഉണ്ടായിരുന്നു. എനിക്ക് വേണമെങ്കിൽ യൂ ടേൺ എടുത്ത് തിരിച്ചു പോകാമായിരുന്നു, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സിനിമയ്ക്ക് ട്രൈ ചെയ്യായിരുന്നു. പക്ഷെ എനിക്ക് എന്തിന്റെ കേടായിരുന്നു എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ ഏതോ ഒരു സിനിമയ്ക്കകത്ത് ഈ ജഗതി ചേട്ടൻ ഓടി വന്നിട്ട് ടെററിസ്റ്റിന്റെ ഗ്രൂപ്പിലോട്ട് നിക്ക് ഞാനും ഉണ്ടെന്ന് പറഞ്ഞിട്ട് കയറത്തില്ലേ, ഏതാണ്ട് ആ രീതിയിലാണ് ഞാൻ ഇതിനകത്ത് വന്ന് പെട്ടത്. അങ്ങനെ കഷ്ടപ്പെട്ട് ഞാൻ ഓടി വന്ന് ഓൺലൈനിൽ ടിക്കറ്റ് എടുത്താൽ കാശ് കൂടും എന്ന് വിചാരിച്ചത് അങ്ങനൊരു നല്ല കാര്യം നടന്നു. ഓൺലൈനിൽ എടുത്തില്ല, ഡയറക്റ്റ് വന്ന് ബുക്ക് ചെയ്തുകൊണ്ട് $2 ഞാൻ സേവ് ചെയ്തു. എനിവേസ്, AR മുരുകദാസിന്റെ ആസ് യൂഷ്വൽ ഉള്ള ഫാസ്റ്റ് കട്ട്സ്, സീൻ ടു സീൻ ജമ്പ്, പെട്ടെന്ന് ചടുലമായെന്ന് പുള്ളി വിശ്വസിക്കുന്ന രീതിയിലുള്ള കഥാഖ്യാനം, റൈറ്ററും പുള്ളി തന്നെ ആയതിന്റെ എല്ലാ പ്രശ്നങ്ങളും ഈ പടത്തിനുണ്ട്. ഒരു വലിയ കുഴപ്പമില്ലാത്ത അത്യാവശ്യം പ്രോമിസിംഗ് ആയിട്ടുള്ള ഒരു ഫസ്റ്റ് ഹാഫ് കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ ഇത് സെക്കൻഡ് ഹാഫിലോട്ട് പോകും. ഇതിന്റെ ട്രെയിലർ കണ്ടു കഴിഞ്ഞാൽ അത്യാവശ്യം ഇതിന്റെ കഥയൊക്കെ അറിയാമെന്ന് നിങ്ങൾ വിചാരിക്കും. അങ്ങനൊന്നും അല്ല. ഇതിനകത്ത് കുറെ ഹിഡൻ സംഭവങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം കുറച്ച് നല്ല കാര്യങ്ങളൊക്കെ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇതിന്റെ എല്ലാം കൂടെ അവസാനത്തെ ഒരു മണിക്കൂറൊക്കെ കണ്ടു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ തല ഒരു കിച്ചടി പരിവാകും. എനിക്ക് ഇതിനെക്കുറിച്ച് അങ്ങനെ വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല ഗൈസ്. ഞാൻ ഈ അടുത്ത കാലത്ത് ഞാൻ ഏതൊരു പടത്തിലും എന്തെങ്കിലും ഒരു പോസിറ്റിവിറ്റി ആയിട്ട് കണ്ടിട്ട് അതിനെക്കുറിച്ച് നല്ലത് പറയാനായിരിക്കും കൂടുതൽ ശ്രമിക്കുക. അല്ലെങ്കിൽ പിന്നെ ചിലതൊക്കെ ആ രീതിയിൽ അങ്ങനെ അങ്ങനെ ഒരു പടത്തിനെ അങ്ങനെ പറഞ്ഞു കൊല്ലുക. എൻ്റെ ആസ്വാദനമാണ് ഞാൻ പൊതുവേ ഷെയർ ചെയ്യാറ്. എനിക്കിതിനകത്ത് ആസ്വദിക്കാൻ പറ്റിയിട്ട് എനിക്ക് ട്രോമയൊക്കെ വലിയ വാക്കുകളാണ്. ഞാനങ്ങ് തളർന്ന് ഇരുന്ന് പോയി. എൻ്റെ അടുത്തിരുന്ന ചേട്ടനാണെങ്കിൽ ഞാൻ എഴുന്നേറ്റ് പോണ വെറുതെ ആളെ മാറ്റി കഷ്ടപ്പെടുന്നു എന്ന് ജഗതി ചേട്ടൻ പറഞ്ഞ പോലെ പുള്ളി എഴുന്നേറ്റ് പോയി. പക്ഷെ ഞാൻ അവിടെ തന്നെ ഇരുന്ന അവസാനം വരെ മൊത്തം കണ്ട്. എൻ്റെ പൊന്നോ, അതായത് ഇതിന്റെ കോൺസെപ്റ്റ് ഒക്കെ അടിപൊളിയായിരുന്നു. പറയേണ്ട കുറച്ച് കാര്യങ്ങൾ, കുറച്ച് ചോദ്യങ്ങൾ. അതായത് തമിഴ്നാട്ടിലോട്ട് ഒരു വലിയ കണ്ടെയ്നർ നിറച്ച് കുറെ ഗൺസ് വരുന്നു, തമിഴ്നാട്ടിൽ ഗൺ കൾച്ചർ ഉണ്ടാക്കുന്നു. അപ്പൊ അതിന്റെ പ്രശ്നങ്ങൾ, ഈ അമേരിക്കയിലൊക്കെ നമ്മൾ കാണുന്ന പോലത്തെ കുറെ ഇൻസിഡൻസ്, അപ്പൊ അതൊക്കെ നല്ല രസമായിട്ട് ഇവരതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അതൊക്കെ നമുക്ക് ഓക്കെ. ഡ്രഗ്സും ഈ അവയവക്കടത്തിലും ഒക്കെ അല്ലാതെ വേറൊരു ടോപ്പിക്കും ഒരു കൊണ്ടുവന്നു. ഇതിനകത്ത് അത് പറയുന്ന വിഷയത്തിന് ഒരു പ്രാധാന്യമുണ്ട്. പിന്നെ മാനസിക നിലയുള്ള ആൾക്കാരുടെ ഡിഫൈൻ നോർമൽ ആരാണ് നോർമൽ, ആരാണ് അബ്നോർമൽ, അങ്ങനത്തെ കുറെ ചോദ്യങ്ങളൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. പിന്നെ ഇതിനകത്ത് കുറച്ച് രോഗങ്ങളും ഡില്യൂഷനും എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതൊക്കെ ഞാൻ നോക്കി, ഇന്റർവെല്ലിന്റെ സമയത്ത് ഞാൻ അതൊക്കെ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കി. അപ്പം അതൊക്കെ ഉള്ളതാണ്. അത്തരം കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. ഇതിനകത്ത് എടുത്തിരിക്കുന്നതൊക്കെ വെറുതെ അങ്ങ് എഴുതി വെച്ചിരിക്കുന്നതല്ല, അത്യാവശ്യം റിസർച്ച് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇത് സീനാക്കി വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഇതിലിപ്പോ ആരെ കുറ്റം പറയണ്ട, ഒന്നും പറയാനില്ല. കയ്യിന്ന് പോയി. സെക്കൻഡ് ഹാഫൊക്കെ കയ്യിന്ന് പോയി. SK മാക്സിമം എഫേർട്ട് ഇട്ടിട്ടുണ്ട്. പുള്ളി ഒരു വിജയമായിട്ട് കമ്പയർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പുള്ളിയുടെ ഒരു രീതിയിൽ പോകുന്നുണ്ട്. കരിയറിലെ ഒരു അത്യാവശ്യം മോശമല്ലാത്ത പ്രകടനമാണ്. പക്ഷെ പുള്ളി വരെ ട്രോൾ മെറ്റീരിയൽ ആവാവുന്ന രീതിയിൽ സെക്കൻഡ് ഹാഫിന് ശേഷം ഒരുപാട് സീനുകളുണ്ട്. അപ്പൊ ഈ ഒരു ഗ്രൂപ്പിനെ അറ്റാക്ക് ചെയ്യാനായിട്ട് NIA, നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി, 2008 പ്രാബല്യത്തിൽ വന്ന ഒരു ഓർഗനൈസേഷനാണ്. അവരെയൊക്കെ ചിത്രീകരിച്ച് വെച്ചിരിക്കുന്നത് തമാശയായിട്ടാണ്. അതായത് അതൊക്കെ ഒരുമാതിരി ഫാമിലി ടൂർ നടത്തുന്ന പോലെയാണ് NIAയുടെ ഓഫീസിനകത്തൊക്കെ ശിവകാർത്തികേയൻ കയറി ഇറങ്ങുന്നത്. പുള്ളി ഒരു സാധാരണ മനുഷ്യനാണ്. അപ്പൊ അങ്ങനെ ആകെ മൊത്തത്തിൽ ഇത്തരത്തിലുള്ള കോമഡികളും ലൂപ്പ് ഹോൾസും മണ്ടത്തരങ്ങളും കൊണ്ട് സമ്പന്നമായ ഒരു സെക്കൻഡ് ഹാഫ്. വിദ്യുത് ജാംവാലൊക്കെ പുള്ളി അത്യാവശ്യം നല്ല രീതിയിൽ ഫൈറ്റ് ചെയ്യുന്ന ഒരാളാണ്. ആ പുള്ളിയൊക്കെ 1x സ്പീഡിലിട്ട് ഫൈറ്റ് ചെയ്തിരിക്കുന്നു ഫസ്റ്റ് ഹാഫിൽ. സെക്കൻഡ് ഹാഫിൽ പിന്നെ പുള്ളി കുറച്ച് നല്ല സെറ്റ് ആയിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് ഒക്കെ വരുമ്പോഴത്തേക്കും ശിവകാർത്തികൻ ഇങ്ങനെ കുറച്ച് എന്താ പറയാ, ടെറർ ആവുമ്പോൾ പഴയ ഡോക്ടറിന്റെ BGM ഒക്കെ എടുത്തിട്ടുണ്ട്. അനിയുടെ BGM ആണ്, അനിരുദ്ധ. പുള്ളി എല്ലാ BGM കൊള്ളായിരുന്നു. പാട്ടുകളെല്ലാം വേസ്റ്റ് ആയിട്ട് തോന്നി. ഇതിലൊന്നും പ്രസക്തിയില്ല. എനിക്കിത് ഒട്ടും തന്നെ വർക്കായില്ല. പ്രത്യേകിച്ച് സെക്കൻഡ് ഹാഫൊക്കെ ആയപ്പോഴത്തേക്കും മടുത്തു. പടം അങ്ങ് മടുത്ത് കയ്യിൽ നിന്ന് പോയി. ഞാൻ ഫോണൊക്കെ എടുത്ത് നോക്കി. അങ്ങനെ ഒരു അനുഭവമാണ് എനിക്ക് ആകെ മൊത്തത്തിൽ ഈ പടം തന്നത്. പക്ഷേ ഹാവിങ് സെഡ് ദാറ്റ്, ഇപ്പൊ എല്ലാരും പറയുന്നത് പോലെ ഇതെന്റെ അഭിപ്രായം മാത്രമാണ്. കണ്ടനുഭവിക്കേണ്ടവർക്ക് കൊണ്ടനുഭവിക്കാം. ചെന്ന് കയറിക്കൊടുക്കൂ മദ്രാസിക്ക്. പക്ഷെ
പ്ലീസ് നിങ്ങളുടെ ഒപ്പീനിയൻ നിങ്ങൾ തന്നെ ഉണ്ടാക്കിയെടുക്കുക. അതിന് വേണ്ടിയിട്ട് എന്നെ തെറി വിളിച്ചിട്ട് കാര്യമില്ല. പക്ഷേ എനിക്കിതൊരു ടയറിങ് വാച്ചായിരുന്നു. ഞാൻ തളർന്നു. ഗാട്ടിയും കൂടെ പോയി കാണണമെന്നുണ്ടായിരുന്നു, വയ്യ. അത് പിന്നെ എപ്പോഴെങ്കിലും, അത് നിങ്ങൾ ആരെങ്കിലും ഒക്കെ റിവ്യൂ ഇട്ടിട്ട്, അല്ലെങ്കിൽ ഉണ്ണി വ്ളോഗ്സോ അശ്വന്ത് കോക്കോ ആരെങ്കിലും ഒക്കെ പറയട്ടെ, എന്നിട്ട് ഗാട്ടിക്ക് തല വയ്ക്കുക. എനിക്ക് വയ്യ. ഞാൻ വീട്ടിൽ പോയിട്ട് ഫ്ലാസ്ക് ഒക്കെ OTTയിൽ ഇറങ്ങിയിട്ടുണ്ട്, ഞാൻ അത് പോയി കാണാം. അപ്പം പോയി ഇനി പായസം കുടിച്ച് ഇതിന്റെ ക്ഷീണമൊക്കെ ഞാൻ മാറ്റട്ടെ. അപ്പോൾ ഓക്കെ ഗൈസ്, വൺസ് അഗൈൻ ഹാപ്പി ഓണം.